السلام عليكم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والله أعلم بأعدائكم وكفى بالله وليا وكفى بالله نصيرا. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് പരിശുദ്ധ റമദാനിൻ്റെ വളരെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വർഷത്തെ കൂടി റമദാൻ അല്ലാഹു സുബ്ഹാനഹു തആല അതിൻ്റെ 8 ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. നമ്മുടെ ഖബറുമായി ഒരു റമദാനിൻ്റെ ദൂരം കൂടി കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ റമദാനിൽ നമ്മളെടുത്ത നോമ്പുകളും ഇബാദത്തുകളും അതിൻ്റെ പോരായ്മകൾ മുഴുവനും പരിഹരിച്ച് സ്വീകരിക്കണമേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അടുത്ത റമദാനിലേക്ക് അല്ലാഹു നമ്മെ എത്തിച്ചു തന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചെയ്ത നമ്മുടെ നോമ്പുകളും നമ്മുടെ ദുആകളും ദിക്റുകളും നമ്മുടെ സ്വതക്കകളും ദാനധർമ്മങ്ങളുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നാളെ മഹ്ശറ വൻസഭയിൽ നമുക്കേറ്റവും ഉപകാരമുള്ള സ്വർഗം ലഭിക്കുവാൻ കാരണമാകുന്ന സൽക്കർമ്മങ്ങളിൽ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലൂടെ വേണം നമ്മുടെ വിശ്വാസത്തെ ശരിപ്പെടുത്താൻ എന്നതാണ് ഞാൻ സംസാരിക്കേണ്ടുന്ന ഏതാനും ചില ഭാഗങ്ങൾ. ഈ ലോകത്ത് അല്ലാഹുവിൻ്റെ അടിമകളായി ജീവിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ച ആളുകളാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് അംഗീകരിക്കുവാനും മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിക്കുവാനും സാധിച്ച മഹാസൗഭാഗ്യവാന്മാരാണ് വിശ്വാസികളായിട്ടുള്ള ആളുകൾ. നമ്മെ സൃഷ്ടിച്ച, നാം കാണുന്ന ഈ സകലതും സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്രഷ്ടാവിനെ അറിഞ്ഞു ആരാധിക്കാൻ പറ്റുക എന്നതാണ് ഈ ദുനിയാവിൽ മനുഷ്യർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. മനുഷ്യർ അവരുടെ അറിവില്ലായ്മ കൊണ്ട് പലപ്പോഴും മനുഷ്യരാൽ രൂപാന്തരപ്പെട്ട ഏതൊക്കെയോ രൂപങ്ങളോടാണ് അവൻ്റെ മനുഷ്യൻ്റെ
സകലമാന പ്രശ്നങ്ങളും പരിഹാരങ്ങൾക്കും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് സഹോദരങ്ങൾ. എന്നാൽ നമ്മെ തന്നെ സൃഷ്ടിച്ച സ്രഷ്ടാവ് അവൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ മുഴുവൻ മനുഷ്യരോടും ആവശ്യപ്പെട്ടത് യാ അയ്യുഹന്നാസ് അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെയാണ്. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരെയും ഒക്കെ സൃഷ്ടിച്ചവൻ അവൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആരാധന എന്താണ്? ആരാധന എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും മർമ്മമായിട്ടുള്ളത് പ്രാർത്ഥനയാണ്. അദ്ദുആ ഹുവൽ ഇബാദ എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നത്. ദുആയാണ് ആരാധന എന്ന് പറയുന്നത്. ആ ആരാധന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ആദ്യമായിട്ട് മുഴുവൻ മനുഷ്യരെയും സംബോധന ചെയ്ത് വിളിച്ചുകൊണ്ട് യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖറജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഈ ഭൂമിയെ നിങ്ങൾക്ക് ഒരു വിരുപ്പായി, നിങ്ങൾക്ക് സൗകര്യപ്രദമായി ഭൂമിയെ സംവിധാനിച്ചു തന്നവൻ ആ അല്ലാഹുവാണ്. ആകാശങ്ങളെ നിങ്ങൾക്കൊരു മേൽക്കൂരയാക്കി തന്നവൻ അല്ലാഹുവാണ്. ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മഴയെ തരുന്നവൻ അല്ലാഹുവാണ്. വെള്ളത്തെ ഇറക്കി തരുന്നവൻ അല്ലാഹുവാണ്. അങ്ങനെ ആ വെള്ളം ഭൂമിയിൽ വന്ന് ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന നിങ്ങളുടെ ഭക്ഷണത്തിന് ആവശ്യമാകുന്നതിനെ മുളപ്പിച്ച് തരുന്നവൻ അല്ലാഹുവാണ്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങൾ ആരാധിക്കേണ്ടുന്ന അള്ളാഹു നിങ്ങൾക്ക് നൽകി തന്ന കാര്യങ്ങളെ അള്ളാഹു ഓർമ്മപ്പെടുത്തി തന്നത്. ഭൂമിയെ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നു. ഒരു വിരിപ്പായി, ഒരു തൊട്ടിലായി മനുഷ്യൻ അവന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അവസരത്തിലേക്ക് ഭൂമിയെ ശരിയാക്കി തന്നു. ഇപ്പം നമ്മൾ ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കുകയാണ്, കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്, കുറേ ആളുകൾ റോട്ടിലൂടെ വാഹനത്തിൽ പോകുന്നുണ്ട്, നടന്നു പോകുന്നവരുണ്ട്, കിടന്നുറങ്ങുന്നവരുണ്ട്. അവർക്കൊക്കെയും സമാധാനത്തോടുകൂടി ഈ ഭൂമിയെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ സംവിധാനിച്ചു തന്നത് അല്ലാഹുവാണ്. ആകാശങ്ങൾ ഒരു മേൽക്കൂരയായി സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. നമ്മുടെ മഴയെ തരുന്നവൻ അല്ലാഹുവാണ്. നമുക്ക് ആവശ്യമുള്ള ഭക്ഷണത്തെ ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചു തരുന്നവൻ അല്ലാഹുവാണ്. ഈ പറയുന്ന ഈ കാര്യങ്ങൾക്കൊന്നും അവകാശം പറഞ്ഞുകൊണ്ട് ഇന്ന് വരെ ലോകത്ത് ഒരാരാധനയും ആരും പരിചയപ്പെടുത്തിയിട്ടില്ല. അള്ളാഹുവിന് പുറമെ ഒരുപാട് ആരാധ്യന്മാരുള്ളവർ പോലും ഈ ഭൂമിയെ സംവിധാനിച്ചവർ ആ ആരാധ്യന്മാരാണ് എന്ന് അവകാശപ്പെട്ടിട്ടില്ല. കാരണം ആരാധിക്കുന്ന പല ആരാധ്യന്മാരും ഈ ഭൂമിയിൽ ജനിച്ചു വളർന്നു മരിച്ചുപോയവരാണ്. അല്ലെങ്കിൽ ആ ആരാധ്യന്മാരെ ജനിച്ചു വളർന്നു മരിച്ചുപോയ ആരോ നിർമ്മിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെയും വരുമ്പോൾ തന്നെ ഭൂമി ലോകം ഇവിടെ ഇങ്ങനെയുണ്ട്, ആകാശങ്ങൾ ഇതുപോലെയുണ്ട്. അതുപോലെ തന്നെ മഴയെ തരുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് ശക്തിയിലേക്ക് പറഞ്ഞുകൊണ്ട് ആരും അവകാശം പറയാറില്ല, പറഞ്ഞിട്ടുമില്ല. മക്കയിലുണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടക്കാരായിട്ടുള്ള ആ മനുഷ്യരോട് ഒന്ന് ചോദിച്ചു നോക്കൂ നബിയേ എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലെ ആയത്ത് കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. മന്നസ്സല മിനസ്സമാഇ മാഅ, ആരാണ് ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മഴയെ തരുന്നത് എന്ന് ചോദിച്ചു നോക്കൂ. ഒരുപാട് ആരാധ്യന്മാർക്ക് മുമ്പിൽ ആരാധനകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അവർ ഉറപ്പായിട്ടും അവർ പറയും ലയഖൂലുന്നല്ലാഹ്, അതല്ലാഹുവാണ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഈ കാര്യം വളരെ സ്പഷ്ടമാണ്. മനുഷ്യരെ, നിങ്ങൾക്കത് ബോധ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ
ആരാധനയുടെ കാര്യത്തിൽ അല്ലാഹുവിന് നിങ്ങൾ സമന്മാരെ ഒരിക്കലും ഉണ്ടാക്കിക്കൂടാ. അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു തരുന്ന ആരാധനയും ആരാധ്യനും. അത് വളരെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഖുർആനിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം. വേറെ അത് മനസ്സിലാക്കി തരാൻ വേറെ നമുക്ക് ഇത്രയും കൃത്യമായ ഒരു പ്രമാണമില്ല. അതിനെക്കുറിച്ച് അതിന്റെ വിശദീകരണങ്ങൾ പഠിപ്പിച്ചു തരാനുള്ളത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ പ്രവാചകൻ ഈ പ്രാർത്ഥനകളുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ആരാധന എന്ന പ്രാർത്ഥനയുടെ അതിൻ്റെ മുഖ്യമായി സ്ഥാനത്ത് നിൽക്കുന്ന ദുആ എന്നത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്നതിന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് പ്രവാചകന്മാരെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ഈ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ച ഒരുപാട് പ്രവാചകന്മാരെ പരിചയപ്പെടുത്തി കൊടുത്തത്. ഇനിയും ഒരുപാട് പ്രവാചകന്മാരെ റസൂലുള്ളാഹിക്ക് വരെ അള്ളാഹ് പറഞ്ഞു കൊടുക്കാത്തതുമുണ്ട്. അങ്ങനെയാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. കുറെ പ്രവാചകന്മാരെ നബിയെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, ഇനിയും കുറെ ആളുകളെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. ലം നഖ്സുസ്, അവരുടെ കഥ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഇന്നാ ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹിൻ വന്നബിയ്യീന മിൻ ബഅദിഹി വഔഹൈനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ വല്ലസുബാതി വഈസാ വഅയ്യൂബ വയൂനുസ വഹാറൂന വസുലൈമാൻ وآتينا داود زبورا ورسلا قد قصصناهم عليك ورسلا لم نقصصهم عليك. നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത ഒരുപാട് പ്രവാചകന്മാരുണ്ട്, റസൂലുകളുണ്ട്. എന്നാൽ കുറെ പ്രവാചകന്മാരെ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. അതില് 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആയത്തുകൾ കൊണ്ട് നമ്മളെ പഠിപ്പിച്ചു തന്നു. ഈ പ്രവാചകന്മാരൊക്കെയും അവരവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന മനുഷ്യരോട് അവരൊക്കെയും പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധ്യനായ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്നതാണ്. തഖ്വ, അത് നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമാണ് ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി നിലനിർത്തേണ്ടത്. അതിനർഹൻ അള്ളാഹു മാത്രമാണ്. തവക്കുല് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യമായിട്ട് ഈ ഭൂമി ലോകത്തേക്ക് അള്ളാഹു പറഞ്ഞയച്ച ആദം നബി അലൈഹിസ്സലാം, അബൂനാ അബൂ ബശർ ആദം അലൈഹിസ്സലാം, ആ ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശത്തിൽ നിന്ന് തെറ്റു സംഭവിച്ചു. അവർ അതിരു വിട്ടുപോയി. ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും അവർക്ക് തന്നെ തെറ്റു സംഭവിച്ചപ്പോൾ അവരെടുത്ത നിലപാട് എന്തായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരികയാണ്. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. അവർക്ക് തെറ്റു സംഭവിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അവരെ പഠിപ്പിച്ചു ചില കലിമാത്തുകൾ. എങ്ങനെയാണ് ആ തെറ്റിന് പരിഹാരമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അള്ളാഹു അവർക്ക് പഠിപ്പിച്ച പ്രാർത്ഥന റബ്ബനാ വളംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അള്ളാഹുവേ, ഞങ്ങളോട് തന്നെയാണ് അതിക്രമം കാണിച്ചിട്ടുള്ളത്, സ്വന്തം ശരീരത്തോടാണ് ഞങ്ങൾ തെറ്റു ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹ്, ഞങ്ങൾക്ക് നീ പുറത്തു തരുന്നില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിലായി പോകും. നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് ലഭിക്കണം, നിന്നിൽ നിന്നുള്ള പാപമോചനം ഞങ്ങൾക്ക് ലഭിക്കണം, അല്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ അങ്ങേറ്റം നഷ്ടക്കാരിലായി പോകുമെന്ന്. ഭൂമി ലോകത്ത് നിന്ന് ആദ്യമായിട്ടൊരു മനുഷ്യന്, ആ മനുഷ്യനും അതിൻ്റെ സഹധർമ്മിണിയും തെറ്റു സംഭവിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിന് പരിഹാരമായിട്ട് തേടിയത് അള്ളാഹുവിനോടാണ്.
അത് പരിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന അബദ്ധങ്ങൾ, തെറ്റുകൾ സംഭവിച്ചു, അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന നിലപാട് എന്താണ് എന്ന് പരിശുദ്ധ ഖുർആൻ ആദം നബി അലൈഹിസ്സലാമിന്റെ സംഭവത്തോടുകൂടി നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ നമുക്കും സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ആ ചെയ്ത പാപങ്ങളെ അള്ളാഹുവിന്റെ മുമ്പിൽ എടുത്തു പറയണം. തെറ്റായിപ്പോയി അല്ലാഹ്, സംഭവിച്ചു പോയല്ലോ, നീയാണ് പുറത്തു തരേണ്ടവൻ, അതിനുടമസ്ഥൻ നീയല്ലാതെ ഒരുത്തനുമില്ല, ആരുമില്ല. അതുകൊണ്ട് അല്ലാഹ് നിന്റെ അടുക്കലേക്കാണ് പാപമോചനം, ഇസ്തിഗ്ഫാർ ഞാൻ ചെയ്യുന്നത്, ചോദിക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിന് 950 കൊല്ലമാണ് അല്ലാഹു തന്റെ ജനതയെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കുവാനുള്ള ആ ഒരു കാര്യം ഏൽപ്പിച്ചത്. ലൈലം വനഹാറ, രാവെന്നോ പകലെന്നോ ഇടവേളതടവില്ലാതെ ആ ജനതയോട് നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്തത്, കൂട്ടരെ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണമെന്നാണ്. എന്താണ് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഗംഭീര്യത്തെ കുറിച്ച് മനസ്സിലാവാത്തത്? നിങ്ങൾക്ക് മക്കളെ തരുന്നവൻ അള്ളയല്ലേ? നിങ്ങൾക്ക് സുഭിക്ഷമായ ഭക്ഷണം നൽകുന്നവൻ അള്ളയല്ലേ? നിങ്ങൾക്ക് മഴ തരുന്നവൻ അള്ളയല്ലേ? എന്നിത്യാദി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ആ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനങ്ങളോട് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ആ ജനതയോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മരണപ്പെട്ടു പോയ മഹാന്മാരുടെ ഖബറിന്റെ അടുത്ത് പോയി അതേ എന്ന് പറയുന്ന മഹാന്മാരോടാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവരോടാണ് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനോട് മാത്രമാണ് ദുആ ചെയ്യേണ്ടത് എന്ന് എനിക്ക് വഹ്യ് തരുന്നു. നിങ്ങളോടത് ഉപദേശിക്കാൻ അള്ളാഹു എന്നെ നിങ്ങളിലേക്ക് റസൂലായി അയക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മുഴുവൻ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ച് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങണം. അവനാണ് പ്രാർത്ഥനക്കുത്തരം ചെയ്യുന്നവൻ, അവനാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ. അങ്ങനെ ഓരോ പ്രവാചകന്മാരും അവരുടെ ചരിത്രങ്ങളെ അള്ളാഹു വ്യത്യസ്തമായ അധ്യായങ്ങളിലൂടെ 6236 ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ വിശ്വാസത്തെ ശരിപ്പെടുത്തുവാനുള്ള, ആ വിശ്വാസത്തിൽ ഒരു തരിമ്പ് പോലും ശിർക്ക്, അള്ളാഹു അല്ലാത്തവരിലേക്ക് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ കൃത്യമായിട്ടത് ഓർമ്മപ്പെടുത്തേണ്ടുന്ന തരത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തി തന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം. അല്ലാഹുവിന്റെ റസൂല് കൃത്യമായ ഹിദായത്തിന്റെ വഴി, അതേ ആ സന്മാർഗം കൃത്യമായി പഠിപ്പിച്ചു തന്നതിനു ശേഷം മുഅ്മിനീങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത മറ്റൊരു വഴി തേടിപ്പോകുന്ന മനുഷ്യരെ, നിങ്ങൾ ആ പോക്ക് അങ്ങനെ പോവുകയാണെങ്കിൽ അത് നരകത്തിലേക്കുള്ള പോക്കായിരിക്കുമെന്ന് അള്ളാഹു വളരെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ആ സ്ഥലം വളരെ അപകടം പിടിച്ചതാണ്, വളരെ മോശമായ സങ്കേതമാണ് എന്നുള്ള പറയാണ്. അത് പറഞ്ഞിട്ട് അതിന്റെ തൊട്ടു താഴെ സൂറത്ത് നിസായിലെ 115, 116, 117 ആയത്തുകൾ വളരെ കൃത്യമായിട്ട് അതൊന്നുകൂടി ഓർമ്മപ്പെടുത്തി തരികയാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് വല്ല വലാലൻ ബഈദാ. അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കുകയും അല്ലാഹു അല്ലാത്തവരോട് നിങ്ങളുടെ പ്രാർത്ഥന സംഭവിക്കുകയും ചെയ്താൽ ആ ഒരു പ്രവൃത്തി അല്ലാഹു ഒരിക്കലും നിങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരികയില്ല. അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി അള്ളാഹുവിനോട് പാപമോചനം തേടിയാലല്ലാതെ ആ വഴിയാണ് ശരി എന്ന് വിചാരിച്ചു പോവുകയാണെങ്കിൽ ഫഖദു വല്ല വലാലൻ ബഈദ, ഒരുപാട് വഴി ദൂരം നിങ്ങൾ അക്രമികളായിക്കൊണ്ട് വഴി തെറ്റിക്കൊണ്ട് സഞ്ചരിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ആയത്തിൽ അതൊന്നുകൂടി ബോധ്യപ്പെടുത്തി തരികയാണ്. ഇൻ യദ്ഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാസൻ വഇൻ യദ്ഊന ഇല്ലാ ശൈത്താനം മരീദാ. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരെ വിളിച്ചു തേടിയാലും ആ തേട്ടം അവരിലേക്ക് എത്തുകയില്ല. ആ ദുആ ശൈത്താൻ, ധിക്കാരിയായ ശൈത്താന്റെ വഴിയിലേക്കാണ് പോവുക. വളരെ കൃത്യമായിട്ട് അല്ലാഹു പറഞ്ഞു, ഇനി യദ്ഊന മിൻ ദൂനിഹി,
അള്ളാഹുവിന് പുറമെ നിങ്ങൾ ദുആ ചെയ്യുന്ന ഏത് ദുആയാവട്ടെ, അത് നിങ്ങൾ വിചാരിക്കുന്ന, നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരുത്തനിലേക്കും എത്തുകയില്ല, ഒരു മഹാനിലേക്കും എത്തുകയില്ല, ഒരു മഹദിയിലേക്കും എത്തുകയില്ല. അതെത്തുന്നത് ധിക്കാരിയായ ശൈത്താനിലേക്കാണ് ആ നിങ്ങളുടെ പ്രാർത്ഥന വഴിതെറ്റിപ്പോകുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന എന്ന ദുആ എന്ന വിശ്വാസികളുടെ ഏറ്റവും മർമ്മമായ അത് എങ്ങനെയാണ് ശരിപ്പെടുത്തേണ്ടത് എന്നത് പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. ഓരോ ഘട്ടങ്ങളും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറഞ്ഞു തരുമ്പോൾ അദ്ദേഹം തന്റെ ജനതയോട്, തന്റെ പിതാവിനോട്, തന്റെ കുടുംബത്തോട് വളരെ സങ്കടത്തോടെയും വളരെ ആകാംക്ഷയോട് കൂടിയിട്ടും ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കരങ്ങൾ കൊണ്ടുണ്ടാക്കിയ രൂപങ്ങളല്ലേ ഇതൊക്കെയും? അവർ പറഞ്ഞു അതെ. എന്നിട്ട് എന്താ നിങ്ങൾ അതിനോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നത്? അത് നിങ്ങളുടെ സൃഷ്ടിയല്ലേ? നിങ്ങളെ തന്നെ സൃഷ്ടിച്ച ആ സൃഷ്ടാവുണ്ടായിരിക്കെ അവനോടാണ് നിങ്ങളുടെ പ്രശ്നങ്ങളും അവലാദികളും വേവലാദികളും പറയേണ്ടത് എന്നിരിക്കെ എന്താ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാത്തത്? അവർ പറഞ്ഞത്, ഇത് ഞങ്ങളുടെ വാപ്പാന്മാരായി കണ്ടുവരുന്ന ഒരു വഴിയാണ്, ഇത് വിട്ടുകൊണ്ട് നീ പറയുന്ന അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുക എന്നൊരു സമ്പ്രദായം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നാണ്. വജദ്നാ ആബാഅന, ഞങ്ങളുടെ വാപ്പാന്മാരായിട്ട് ഇതിനോടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വിട്ടിട്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന നിന്റെ ആ സംസാരമോ നിന്റെ ആശയമോ ഇവിടെ വില പോവുകയില്ല. നീ വേദനയേറിയ ശിക്ഷ ഞങ്ങളിൽ നിന്ന് ഏറ്റുപിടിക്കേണ്ടി വരും, കല്ലെറിയും നിന്നെ, അടിച്ചോടിക്കും നിന്നെ എന്നൊക്കെ പറഞ്ഞു പരിശുദ്ധ ഖുർആൻ. അതൊക്കെയും അതുപോലെ നമുക്ക് പറഞ്ഞു തന്നു. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാണുന്നവരോടൊക്കെ പറയും, കൂട്ടരെ, അള്ളാഹുവാണ് ആരാധ്യൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനോടല്ലാതെ നിങ്ങൾ ദുആ ചെയ്യരുത്, അവനോട് മാത്രമായിരിക്കണം നിങ്ങളുടെ പ്രതീക്ഷ. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ആ രാജ്യത്തിന്റെ രാജാവായ നമ്രൂദിന്റെ ആളുകൾ പിടിച്ചുകെട്ടുകയും വിചാരണ ചെയ്യുകയും ചെയ്തു. അവിടെയുള്ള ആളുകളോട് ചോദിച്ചു, എന്താണ് ഇബ്രാഹിമിന് കൊടുക്കേണ്ടുന്ന ശിക്ഷ? വരുന്നവരൊക്കെയും പറഞ്ഞു, കരിച്ചു കളയണം ഇബ്രാഹിമിനെ, കത്തിച്ചു ചാമ്പലാക്കണം ഇബ്രാഹിമിനെ, അതല്ലാത്തൊരു ശിക്ഷയും ഇബ്രാഹിമിന് കൊടുക്കരുത്, ഇനി ഇവിടെ ഉണ്ടാവരുത്, ഇബ്രാഹിമിന്റെ ഒരു പൊടി പോലും കാണാൻ പാടില്ല, കരിച്ചു കളയണം എന്ന് പറഞ്ഞു. സൂറത്ത് അംബിയായിൽ വളരെ കൃത്യമായിട്ട് ആ കാര്യത്തെ നമുക്ക് അള്ളാഹു പറഞ്ഞു തരികയാണ്. നമ്മുടെ കണ്ണിലിങ്ങനെ കാണുന്നത് പോലെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ജനത വിചാരണ ചെയ്യുന്നത്. വലിയ ഒരു തീ കുണ്ടുണ്ടാക്കിയിട്ട് അതിൽ വിറകുകൾ കൊടുന്ന് നിറച്ചു കത്തിച്ചു. വല്ലാത്ത ഗാംഭീര്യമുള്ള തീ അതിന്റെ പരിസരങ്ങളിലേക്ക് അതിന്റെ ചൂടിങ്ങനെ വ്യാപിച്ചപ്പോ ആളുകൾക്ക് അതിനോട് അടുത്ത് കടുക്കാൻ പോലും കഴിയാത്തത്ര ചൂട് വന്നു. ഇബ്രാഹിം നബിയെ ആ തീയിലേക്ക് എറിയുവാനാണ് തീരുമാനം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന, പ്രതീക്ഷ എന്തായിരുന്നു? ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എനിക്ക് എന്റെ റബ്ബ് എത്ര മതിയായവനാണ്. നമുക്കും ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയാണ് സ്വീകരിക്കേണ്ടത്. അതിനാണ് ഖുർആനിൽ തരുന്നത്. നമ്മുടെ വിശ്വാസത്തെ ശരിപ്പെടുത്താനാണ് ഇത് പറഞ്ഞു തരുന്നത്. ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിനോട് അള്ളാഹുവിന്റെ കൽപ്പന വന്നു, ഖുൽനാ യാ നാറു കുനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീയേ, ഇബ്രാഹിമിന് നീ സമാധാനവും തണുപ്പുമായാൽ മതി. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഒരു പോറല് പോലും ഏൽക്കാതെ ആ ഒരു പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെയുള്ള എത്ര ചരിത്രങ്ങൾ. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു തആല ഫിറഔന്റെ തടവറയിൽ കഴിയുന്ന ആ പാവപ്പെട്ട മനുഷ്യർ, ക്രൂരത മാത്രം ശമ്പളമായി ലഭിക്കുന്ന മനുഷ്യർ, ആ ഫിറഔൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ അക്രമങ്ങൾ മാത്രം ശമ്പളമായി കിട്ടുന്ന, ക്രൂരമായി പണിയെടുപ്പിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ, അവരെ ആ ഫിറഔന്റെ തടവറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു തആല മൂസാ നബിയോട് നിർദ്ദേശിക്കുകയാണ്. മൂസാ നബി ആ ജനതയുമായി സംസാരിക്കുന്നു. അവരവസരം കിട്ടിയ സമയത്ത് ആ തടവറയിൽ നിന്ന് മൂസാ നബിയും അവരും ഓടി രക്ഷപ്പെടുകയാണ്. അവർ ഓടി 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 ഇനി അവർക്ക് ഓടാൻ ഒരു കാലെടുത്ത് വെക്കാൻ സ്ഥലമില്ലാത്തത്ര ആ കടലിന്റെ സമീപത്തു വരെ അവർ ഓടിയെത്തി. ഇനി അങ്ങോട്ട് ഓടാൻ വഴിയില്ല. അപ്പോഴാണ് അവർ ഓടി വന്ന ഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ അതാ ഫിറൗനും അവന്റെ സൈന്യവും ഇവരെ പിടികൂടാനായി കുതിച്ചു പാഞ്ഞു വരികയാണ്. ശരിക്കും അവർക്ക് ബോധ്യപ്പെട്ടു, ഫിറൗൻ അവന് പിടിച്ചു കഴിഞ്ഞാൽ ക്രൂരമായിട്ടാണ് ശിക്ഷിക്കുക. വലതു കൈ വെട്ടുകയാണെങ്കിൽ ഇടതു കാലവൻ മുറിച്ചു കളയും. മനുഷ്യന്റെ ശരീരത്തെ
പിന്നെ നിൽക്കാൻ പോലും കഴിയാത്ത, ബാലൻസ് തെറ്റി താഴെ വീഴും. ആ ശരീരത്തെ കൊത്തിമുറിക്കും, അല്ലെങ്കിൽ മരത്തിൽ വെച്ച് ആണിയടിക്കും. അങ്ങനെ പച്ചയായി ക്രൂരമായി കൊന്നുകളയുന്ന ഫിറൗനും സൈന്യവും പിടിക്കപ്പെടുമെന്ന് ആ കൂട്ടം ഓടി വന്ന ആളുകൾക്ക് മനസ്സിലായി. അവർ മൂസാ നബിയോട് പറഞ്ഞു, മൂസാ ഇന്നാ ലമുദ്റകൂൻ, വല്ലാത്ത ഒരു പെരും കുടുക്കിലാണല്ലോ മൂസ ഇവിടെ വന്നു പെട്ടിട്ടുള്ളത്. മുമ്പിൽ ചെങ്കടലാണ്, പിന്നിലതാ സൈന്യം എത്താനായി. എന്തൊരു കുടുക്കിലാ നമ്മൾ വന്ന് കുടുങ്ങിയത് എന്ന് ആ ജനത പറയുന്ന വർത്തമാനത്തെ അല്ലാഹു പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ശുഅറായിലെ 62-63 ആയത്തിന്റെ ഭാഗത്ത് നമുക്ക് എന്തിനാണ് കാണിച്ചു തന്നത്? ആ തരത്തിലുള്ള ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ബുദ്ധിമുട്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ നിലപാടെന്തായിരിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതെ, മൂസാ നബിയോട് ഇവർ ആവർത്തിച്ചു, നമ്മൾ പിടിക്കപ്പെട്ടല്ലോ, കുടുങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞപ്പോ മൂസാ നബി അവിടെ പറയുന്നുണ്ട്, ഖാല കല്ലാ കല്ലാ, അങ്ങനെ നിങ്ങൾ പറയണ്ട, നമ്മൾ കുടുങ്ങിയെന്ന് പറയണ്ട. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബന്റെ കൂടെയുണ്ട്, അവൻ ഇവിടെ ഒരു വഴി അങ്ങ് കാണിച്ചു തരും. എവിടെയാണ് വഴി? ലോക്കായി കിടക്കുക, പിന്നിൽ സൈന്യവും മുമ്പിൽ കടലും. പക്ഷെ മൂസാ നബി എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ മാതിരി നമ്മൾ കുടുങ്ങിയെന്നാ പറഞ്ഞത്. അങ്ങനെ പറയല്ല, ഖാല കല്ലാ, അങ്ങനെ പറയല്ലേ. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബന്റെ കൂടെ ഉണ്ട്, അവനൊരു വഴി കാണിച്ചു തരും. ഫഔഹൈനാ ഇലാ മൂസ, അല്ലാഹുവിന്റെ വഹി വരാണ് മൂസാ നബി അലൈഹിസ്സലാമിന്. അനുമുരി ബിഅസാകൽ ബഹർ, മൂസ നിന്റെ കയ്യിലെ വടി കൊണ്ട് അടിക്ക് കടലിനെ, നിന്റെ കയ്യിലെ വടി കൊണ്ട് അടിക്കും മൂസ കടലിനെ. അള്ളാഹുവിന്റെ ആ സന്ദേശം ലഭിച്ചപ്പോ മൂസാ നബി തന്റെ കയ്യിലെ വടി കൊണ്ട് അടിക്കുകയാണ് കടലിനെ. ആ കടൽ, അതിന്റെ വെള്ളം പർവ്വതങ്ങൾ ഉയർന്നു നിൽക്കുന്നത് പോലെ അവർക്ക് ഉയർന്നു കൊടുത്തു, വഴിയൊരുക്കി കൊടുത്തു. നമ്മുടെ വിശ്വാസം ഒരു ചെറിയ പ്രയാസം ഉണ്ടാകുമ്പോഴേക്ക്, ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴേക്ക് അള്ളാഹുവിനെ വിട്ട് ഓടുകയാണ് നമ്മുടെ ആളുകൾ. നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങൾ, നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ എവിടൊക്കെയാണ് ഓടുന്നത്? ഓടുവാൻ ഒരുപാട് സ്ഥലങ്ങൾ ഇന്ന് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു തരാൻ, പാടിത്തരാൻ ഒരുപാട് ഉസ്താദുമാരുണ്ട്. 313 ബദരീങ്ങൾക്കും പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. ഏറ്റവും പുതിയ മൗലൂദിന്റെ വരിയാണത്, ഏറ്റവും പുതിയത്. ഇതിന് ശേഷം ഇനി വേറെ ഇറങ്ങിക്കണോന്ന് അറിയില്ല, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. എന്താ പാടിയത്? 313 ബദരീങ്ങളെയും ഇതുവരെ വിളിച്ചു തേടിയിരുന്ന മുസ്ലിങ്ങളെ അവരൊക്കെ നിങ്ങൾ വിട്ടാളി, അതിനൊക്കെ പകരം CM മടവൂർ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. എത്ര വലിയ അപകടമാണ്, എത്ര വലിയ അപകടമാണ്. എന്റെ ബഹുമാനപ്പെട്ട ഉസ്താദുമാര് തന്നെ ഒരുപാട് വന്നു, ഇത് അപകടം പിടിച്ച വർത്തമാനമാണ്, അപകടം പിടിച്ച പാട്ടാണ്, ഇത് പാടിയാൽ കുഫറാണ്, മൂർത്തതായി പോകുമെന്ന് പറഞ്ഞിട്ട് ബഹുമാന്യരായ ഒരുപാട് ഉസ്താദുമാർ രംഗത്തേക്ക് വന്നു. അൽഹംദുലില്ലാഹ്. അവർ വന്നിട്ട് പറഞ്ഞു, അവർ പറഞ്ഞതിന്റെ പോരായ്മ പറഞ്ഞത് 313 ബദരീങ്ങൾക്കും പകരം CM മതി എന്ന് പറഞ്ഞാൽ അതിൽ ബദരീങ്ങളെ ഒന്നാമത്തെ ആള് മുഹമ്മദ് റസൂലുള്ളയാണ്. ആ റസൂലുള്ളാഹ്ക്ക് പകരം ഈ ലോകത്തൊരാളെ ചൂണ്ടിക്കാണിച്ചാൽ അവൻ കാഫറാണ്. റസൂലുള്ളാഹ്ക്ക് പകരം ഈ ഭൂമി ഒരാളിലേക്ക് മേൽ ചൂണ്ടിയാൽ ആ ചൂണ്ടിയവൻ കാഫറാ. ഒരാൾ പറയാ ഞാൻ റസൂലുള്ളാഹ്ക്ക് പകരം മദീന പറഞ്ഞാലോ, പറഞ്ഞോനും കാഫറ. കാരണം എന്താ? മുഹമ്മദ് റസൂലുള്ളാഹി ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു തിരഞ്ഞെടുത്ത, അല്ലാഹു ഈ ഭൂമി ലോകത്തേക്ക് അയച്ച കാരുണ്യത്തിന്റെ കടലായ ആ മഹാപ്രവാചകൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അള്ളാഹു തെരഞ്ഞെടുത്ത ആ റസൂലിനേക്കാൾ മതിയായവനായിട്ട് ഈ ഭൂമി ലോകത്തെ ഒരാളിലേക്ക് ചൂണ്ടിക്കാണിച്ചാൽ അത് കുഫറാണ്, തർക്കമില്ല. എൻ്റെ ഒരുപാട് ഉസ്താദുമാരും അത് സമ്മതിച്ചു, കുഫറാണ്, പാടരുതെന്ന് പറഞ്ഞു. എന്നാൽ അതേ അർത്ഥം നിൽക്കുന്ന പാട്ടുകൾ വേറെ ഇവിടെ നിലവിലുണ്ട്. ആ പാട്ടുകൾ നിഷേധിക്കുമോ? ആ പാട്ട് കുഫറാണെന്ന് പറയുമോ? യാ സയ്യിദി സനദി ഔഫി വയാ മദദി കുല്ലി വഹീറൻ അലൽ അഅദാഇ ബിൽ മദദി. ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോ, ഞങ്ങൾക്കൊരു വിഷമമുണ്ടാകുമ്പോ ഞങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഉറപ്പുള്ള സനദുള്ള പ്രമാണം കൊണ്ട് ഉറപ്പിച്ച ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, മുഹയ്യിദ്ദീൻ ശൈഖ്. അതങ്ങാണ്. ഇതാണ് ഈ വരിന്റെ അർത്ഥം. അതാ, വേറെ ആരുമില്ല, ബദരീങ്ങളുമില്ല, ആരുമില്ല. മദീൻ ശൈഖ് നിങ്ങൾ മാത്രമേ ഉള്ളൂ.
യാ സയ്യിദി, ഞങ്ങളുടെ നേതാവായവരെ, സനദി, പ്രമാണം കൊണ്ട് നിങ്ങൾ ഉറപ്പുള്ള ഒരു മനുഷ്യനാ, നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം. അത് പാടിയ കുഫറാവോ? അത് എഴുതിയവൻ കാഫറാവുമോ? അവിടെ എത്തുമ്പോ പിന്നോട്ട് പോവുകയാണ്. ഈ പുതിയ പാട്ട് കുഫറാണ്, മുർത്തദ്ദാവും എന്ന് പറഞ്ഞ് ഉസ്താദുമാർ വരെ അവിടെ എത്തുമ്പോ പിന്നോട്ട് പോവുക. മുഹ്യിദ്ദീൻ ശൈഖ് മതി, വേറെ ആരും വേണ്ടാന്ന് പറഞ്ഞാൽ യാ കുതുബാഹിൽ സമാ വൽ അർളി ഗൗസഹുമാ യാ ഫൈള ഐനൈ വജൂദൈഹിം വഗൈസഹുമാ. മുഹ്യിദ്ദീൻ ശൈഖേ, നിങ്ങളാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള മുഴുവൻ ജീവികളുടെയും കേന്ദ്ര ബിന്ദു. നിങ്ങളാണ്. ആകാശങ്ങളിലാവട്ടെ ഭൂമിയിലാവട്ടെ ജീവിക്കുന്ന മുഴുവൻ ജീവികളുടെയും ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, അത് നിങ്ങൾ മാത്രമാണ്. നിങ്ങളാണ് നമുക്ക് മഴ തരുന്നത്, നിങ്ങളാണ് ഈ പുഴകളും നദികളും ഒക്കെ സംവിധാനിച്ചു തന്നത്. എത്രമാത്രം കുഫറുകളാ പറയുന്നത്. ആകാശങ്ങളിലും ഭൂമിയിലുള്ള മുഴുവൻ ജീവികളുടെയും പ്രതീക്ഷ മുഹ്യിദ്ദീൻ ശൈഖാണെന്ന് പറയാൻ പാടുണ്ടോ? CM-നെ പറ്റി പാടില്ല എന്നാണെങ്കിൽ എങ്ങനെ പിന്നെ മുഹ്യിദ്ദീൻ ശൈഖിനെ പറ്റി അത് പാടുണ്ടെന്ന് പറയും? സഹോദരങ്ങളെ, വിശ്വാസത്തെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് മാറ്റി നിർത്തി വായിക്കുമ്പോ, പരിശുദ്ധ ഖുർആനിൽ നിന്ന് മാറ്റി നിർത്തി കേൾക്കുമ്പോ വിശ്വാസം നഷ്ടപ്പെടുകയാണ്, കുഫറായി വരികയാണ്, മുർത്തദ്ദായി പോവുകയാണ്, ശിർക്ക് വരികയാണ്. ശിർക്കാണെങ്കിലോ ഈ ദുനിയാവിൽ വെച്ച് മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം, ഇന്ന ശിർക ലദുലുമുൻ അദീം, ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ശിർക്കാണ്. ആ ശിർക്കിലേക്ക് എത്തുന്ന ഒരുപാട് പാട്ടുകൾ, ഒരുപാട് തേട്ടങ്ങൾ, ഒരുപാട് നേർച്ചകൾ, ഒരുപാട് ഉറൂസുകൾ, ഇതൊക്കെ ഇവിടുന്ന് കിട്ടുന്നത് ഖുർആനിന്ന് കിട്ടൂല. ഖുർആനിന്ന് കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ആദം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയ ഔലിയാക്കളാണ് സൂറത്തുൽ കഹ്ഫിലെ ആ ചെറുപ്പക്കാർ. അവർ പ്രാർത്ഥിച്ചത് റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മത്തൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റഷദാ. അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ ഈ ഗുഹയിലേക്ക് പ്രവേശിക്കുക, ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹ് നീ സൗകര്യപ്പെടുത്തി തരണേ. അല്ലാഹുലേക്കാ തവക്കുല്, പ്രാർത്ഥന അല്ലാഹുലേക്കാ പോയത്. ഔലിയാക്കൾ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഔലിയാക്കളാണ്, സർട്ടിഫിക്കറ്റ് ഉള്ള ഔലിയാക്കളാണ്. അവർ പോലും വേറെ ഏതെങ്കിലും ഒരു ശക്തി വ്യക്തിയെ വിളിച്ചിട്ട് തേടിയ ഒരു ചരിത്രം പരിശുദ്ധ ഖുർആനിൽ കാണൂല. റസൂലുള്ള പഠിപ്പിച്ച ഒരൊറ്റ പ്രാർത്ഥനയിലും കാണൂല. എത്ര പ്രാർത്ഥന റസൂലുള്ള പഠിപ്പിച്ചു. രാവിലെ മുതൽ ആ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ, അവിടുന്ന് തുടങ്ങി ആ കിടക്കപ്പായിലേക്ക് ഉറങ്ങാനായിട്ട് ചൊല്ലുന്ന അവസാനത്തെ പ്രാർത്ഥന അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യാ. അല്ലാഹുവോട്, എല്ലാ പ്രാർത്ഥനയും അല്ലാഹുവോട്. അല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു തേട്ടമോ ഒരു പ്രതീക്ഷയോ ഒരു പ്രാർത്ഥനയോ വിശ്വാസികൾക്കുണ്ടാവാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല കണിശമായി കൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ എടുക്കുന്ന നോമ്പുകൾ അത് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, നമ്മുടെ നമസ്കാരങ്ങൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, നമ്മുടെ സ്വതക്കയും നമ്മുടെ സക്കാത്തും നമ്മുടെ മറ്റുള്ള സൽപ്രവർത്തനങ്ങൾ മുഴുവനും അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന വഴിയിൽ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കണം. അവിടെ നിന്നൊന്ന് മാറിയാൽ, അവിടെ നിന്നൊന്ന് തെറ്റിയാൽ അത് മുഴുവനും നിഷ്ഫലമായി പോകും, അത് നരകത്തിലേക്കുള്ള വഴിയായി പോകും. അതാണ് പരിശുദ്ധ ഖുർആനിൽ നേരത്തെ ഞാൻ ഓതിയ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ എന്ന ആയത്ത് കൊണ്ട് അല്ലാഹ് പറഞ്ഞു തന്നത്, റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥനകൾ. റസൂലുള്ള തന്നെ അല്ലാഹുവോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, യാ ഹയ്യ് യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അല്ലാഹ്, എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനായ അല്ലാഹ്, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ റഹ്മത്തിനെ കൊണ്ട് നിന്നോട് ഞാൻ ഇതാ സഹായം തേടുന്നു, ഇസ്തിഗാസ ചോദിക്കുന്നു. അല്ലാഹുവേ അസ്ലിഹ് ലീ ശഅനി കുല്ലഹു, അല്ലാഹുവേ എൻ്റെ മുഴുവൻ കാര്യങ്ങളും നീ ശരിപ്പെടുത്തി തരണേ അല്ലാഹ്. വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. എത്ര കൃത്യമാണ് സഹോദരങ്ങളെ, എൻ്റെ കണ്ണൊന്ന് പൂട്ടി തുറക്കുന്ന സമയം പോലും അല്ലാഹ് എൻ്റെ സ്വന്തം കാര്യം എന്നെ ഏൽപ്പിക്കല്ലേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവോട് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന നമ്മളോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷേ മുസ്ലിങ്ങളായ നമ്മുടെ സഹോദരങ്ങളിൽ ഒരുപാട് ആളുകൾ അറിയാതെ
അവർ മുഹമ്മദ് റസൂലുള്ളയെ വിളിച്ച് സഹായം തേടുന്നു. റസൂലുള്ള എന്താ അള്ളാഹിനോട് പറഞ്ഞത്? എന്റെ കണ്ണൊന്ന് പൊട്ടി തുറക്കുന്ന ചെറിയ സമയം പോലും എന്റെ സ്വന്തം കാര്യം എന്നെ ഏൽപ്പിക്കല്ല അല്ലാ. പിന്നെ എങ്ങനെ ബാക്കിയുള്ള മുഴുവൻ ആളുകളുടെയും കാര്യം റസൂലുള്ള ഏൽക്കുക? എങ്ങനെ റസൂലുള്ള കേൾക്കും? എങ്ങനെ റസൂലുള്ള സഹായിക്കും? പരിശുദ്ധ ഖുർആൻ സൂറത്ത് അറാഫ് അതിന്റെ 188-ാമത്തെ ആയത്തില് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി അള്ളാഹു പറഞ്ഞു, നബിയെ പഠിപ്പിച്ചു കൊടുക്കണം. കുല്ലാ അംലികു ലിനഫ്സി നഫഅൻ വലാ ദർറാ ഇല്ലാ മാ ഷാ അല്ലാഹ് വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്തർതു മിനൽ ഖൈർ വമാ മസ്സനി യസൂ ഇൻ അന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ. നബിയെ, നിങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ സ്വന്തം ശരീരത്തിന് ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ വരുത്തുക എന്നത് നിങ്ങളുടെ അധികാരത്തിൽപ്പെട്ടതല്ല. ഇല്ലാ മാഷാ അല്ലാഹ്, അത് അല്ലാഹു ഉദ്ദേശിച്ച് നടക്കുന്ന കാര്യങ്ങളാ. സ്വന്തം ശരീരത്തിന്റെ കാര്യം പോലും റസൂലുള്ളാഹിക്ക് ഉടമപ്പെടുത്തിയിട്ടില്ല. വലൗ കുൻതു അഅലമുൽ ഗൈബ, പറയണം നിങ്ങൾ, എനിക്കെങ്ങാനും മറഞ്ഞ കാര്യം അറിയുമായിരുന്നുവെങ്കിൽ ലസ്തക്തർതു മിനൽ ഖൈർ, എനിക്ക് ധാരാളം നന്മകൾ വർദ്ധിപ്പിക്കാമായിരുന്നു. വമാ മസ്സനി യസൂ, എന്നെ ഒരു ദുരിതവും ബാധിക്കുമായിരുന്നില്ല. മറഞ്ഞ കാര്യം അറിയുന്ന ആളല്ല റസൂലുള്ള. റസൂലുള്ള പറയും, എനിക്ക് മറഞ്ഞ കാര്യം അറിയില്ല. നമ്മുടെ നാട്ടിൽ എത്ര ആളുകളാ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന ആളുകളായിട്ട് ഇരിക്കുന്നത്? അറിയോ? ആർക്കെങ്കിലും അറിയോ മറഞ്ഞ കാര്യം പറഞ്ഞു കൊടുക്കാൻ? ആർക്കും അറിയില്ല. പക്ഷെ അവരടുത്ത് വരുന്ന ആളുകൾ വിശ്വസിക്കുകയാണ് ഇവർക്ക് ഇതൊക്കെ അറിയും. പരപ്പനങ്ങാടിക്കടുത്ത് ബീത്താത്തപ്പടി എന്ന് പറയുന്ന ഒരു പടിയനുണ്ടല്ലോ, ബസ് നിർത്തുന്നത്. അവിടെ ഇരിക്കുന്ന ബീത്താത്താക്ക് എല്ലാം അറിഞ്ഞ കാര്യം അറിയാന്നാ. എന്ത് ചെന്ന് പറഞ്ഞാലും 37 അതിന് പരിഹാരം ചെയ്തു കൊടുക്കും. അത് വിശ്വസിച്ച് എത്ര ആളുകൾ അവിടെ ചെല്ലുന്നത്? ആ ചെല്ലുന്ന ആളുകൾ മുഴുവൻ കാഫിറാണെന്ന മുഹമ്മദ് റസൂലുള്ള പഠിപ്പിച്ചത്. മൻ അത്താ കാഹിനൻ ഔ അറാഫൻ, നിങ്ങൾ ഈ തരത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ചെല്ലുകയും അവർ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്, നിങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് അവതീർണമായതിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, നിങ്ങൾ കാഫിറാണ്. എത്ര ആളുകളാ പോകുന്നത് ചെന്നിട്ട്? ബീത്താത്താന്റെ അടുത്ത് റിപ്പോർട്ടർ ചാനലിലെ ഒരു സംഘം ആളുകൾ ചെല്ലുന്നുണ്ട്. അവർ ഒളിക്യാമറ ഒക്കെ വെച്ചിട്ട്, എന്നിട്ട് അവരോട് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്വർണം പോയി, ഞങ്ങൾക്ക് ഇന്ന നഷ്ടം ഉണ്ടായി. അപ്പൊ തന്നെ ബീത്താത്ത അതിനൊക്കെ മറുപടി പറയാ, അത് പിടുത്തം വിട്ട് പോയിട്ടില്ല, കയ്യിലുണ്ട്, കിട്ടും, 1 മാസത്തിന്റെ ഉള്ളിൽ 2 മാസത്തിന്റെ ഉള്ളിൽ. ആ ബീത്താത്താക്ക് ഇരിക്കുന്ന ആളുകൾ ഒളിക്യാമറയുമായിട്ടാണ് വന്നു എന്ന മറഞ്ഞ കാര്യം പോലും ബീത്താത്താക്ക് മനസ്സിലായില്ല. പിറ്റേ ദിവസം ദൃശ്യമാധ്യമങ്ങളിൽ ഈ ബീത്താത്താന്റെ കള്ളത്തരങ്ങൾ ജനങ്ങൾ കേൾക്കുക. നോക്കുമ്പോൾ തന്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ ഒളിക്യാമറ വെച്ചാണ് വന്നു എന്നത് പോലും ആ ബീവിക്ക് താത്താക്ക് മനസ്സിലായില്ല. മനസ്സിലാവോ? മനസ്സിലാവാൻ പാടില്ല. ആണെങ്കിൽ ഖുർആൻ അംഗീകരിക്കാൻ പറ്റൂല. കുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. നബിയെ പഠിപ്പിച്ചു കൊടുക്കണം, ആകാശങ്ങളിലോ ഭൂമിയിലോ മറഞ്ഞ കാര്യങ്ങൾ പറയുന്നവൻ ഒരുത്തനുമില്ല. അത് അല്ലാഹ് മാത്രമാണ്, അല്ലാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഇത്ര കൃത്യമായിട്ട് ഖുർആനിലൂടെ വിശ്വാസത്തെ ശരിപ്പെടുത്തേണ്ടുന്ന മുസ്ലിം ഉമ്മത്ത് പലപ്പോഴും അറിയാത്തതിന്റെ പേരിൽ പല വഴികളിലും പോയിട്ട് അവർ വിശ്വാസത്തെ നശിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ അടുത്ത ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് എൻ്റെ നാട്ടില് തിരുനാവായയില് ഒരു വലിയ കുംഭമേള എന്ന് പറയുന്ന ഒരു ഉത്സവം ഉണ്ടായത്. നമുക്കെല്ലാം അത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെ, പത്രങ്ങളിലൂടെയും ഒക്കെയും. ആയിരങ്ങൾ അവിടെ വന്ന് അവർ തിരിച്ചുപോയി. പിന്നെ അവിടെ ഇനി ആരുമില്ല. ആ മണൽപ്പരപ്പിൽ വിജനമാണിപ്പോ. ആളുകളൊക്കെ പോയതിന്റെ പിറ്റേ ദിവസം ഒരു അമ്മച്ചി, കുറച്ച് പ്രായമുള്ള ഒരു അമ്മ അവിടെ വന്നു. ആ മണൽപ്പരപ്പിലേക്ക് പോയി അവര് അവിടെ ഇങ്ങനെ മണലിൽ ഒരു ഒരു മുള്ളുവാന്തി പോലെയുള്ള ഒരു പൈപ്പ് കൊണ്ട് ഇങ്ങനെ മണലിങ്ങനെ വലിച്ചും കൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെ സുഹൃത്തുക്കൾ ചെന്ന് ചോദിച്ചു, എന്താ അമ്മച്ചി, എന്താ സംഭവം? അപ്പൊ പറഞ്ഞു, മക്കളെ, എൻ്റെ മൊബൈൽ ഇവിടെ ഉത്സവത്തിന് വന്നപ്പോ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ സംസാരിച്ചു, ബാഗിൽ വെച്ചെന്നാ വിചാരിച്ചത്, പക്ഷേ അതിവിടെ മണലിനടിയിലായി പോയിട്ടുണ്ട്. അപ്പൊ ഇതിട്ട് ഇങ്ങനെ വലിച്ചു വെക്കുകയാണ്, കിട്ടുമോ എന്ന്. എന്തിനാ അമ്മച്ചി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എത്ര പോരം ജ്യോത്സ്യന്മാരുണ്ട്, എത്ര പോരം പണിക്കന്മാരുണ്ട്, എത്ര പോരം ബീവിമാരുണ്ട്, എത്ര പോരം തങ്ങന്മാരുണ്ട്, എത്ര പോരം ഉസ്താദുമാരുണ്ട്, ഇതൊക്കെ എടുത്തെടുക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ നമ്മുടെ മൂരാരി തന്ത്രി വരെ ജീവിച്ചിരിക്കുന്നില്ലേ? എന്താ ഇവര് ഈ പറയുന്ന ഒരാളെടുത്തും പോയിട്ട് എൻ്റെ മൊബൈൽ ഒന്ന് എടുത്തു തരുമോ എന്ന് ചോദിക്കാഞ്ഞത്? കഴിയില്ല. അതിൻ്റെ സ്ഥലത്തുണ്ട്, പോയി എടുത്തോളൂ എന്ന് പറയാൻ ഒരുപക്ഷെ ടെക്നോളജി വെച്ച്, ലൊക്കേഷൻ വെച്ച് ആ മൊബൈലിൽ ചാർജും ബാറ്ററിയും ഒക്കെ ഉണ്ടെങ്കിൽ അത് അവസാനം എവിടെ ഉണ്ട് എന്ന് പറയാൻ പറ്റും. അതിനൊരു സാങ്കേതിക വിദ്യയുണ്ട്. ആ വിദ്യക്കനുസരിച്ച് പറ്റും.
അതല്ലാതെ മനുഷ്യന്റെ അകക്കണ്ണുകൊണ്ട് ഗൈബിയായ രീതിയിൽ അദൃശ്യമായ അത് പറഞ്ഞു കൊടുക്കാൻ ഈ ദുനിയാവിൽ ആരുമില്ല. ഉണ്ടെങ്കിൽ അവരെടുത്തു കൊടുക്കണ്ടേ, അവർ പറയണ്ടേ? സഹോദരങ്ങളെ, 2014 മലേഷ്യയിൽ നിന്ന് ഒരു വിമാനം 200 ചില്ലറ ആളുകളുമായിട്ട് ഉയർന്നങ്ങോട്ട് പോയത് എയർപോർട്ടിൽ നിന്ന്. ഇന്ന് ഈ സമയം വരെ ആ വിമാനവും മനുഷ്യരും എവിടെയുണ്ടെന്ന് പറയാൻ ഒരു മനുഷ്യനും രംഗത്ത് വന്നിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ജ്യോത്സ്യനും വന്നില്ല, ഒരു മന്ത്രവാദിയും വന്നില്ല. എന്തേ കാരണം? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, കുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. രഹസ്യം അറിയുന്നവൻ അല്ലാഹ് മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പ്രതീക്ഷയായാലും നമ്മുടെ പ്രാർത്ഥനകളായാലും അത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള തഖ്വ, ഈമാന് അത് സാധ്യമാവുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ പഠിച്ച റസൂലുള്ളാഹിയുടെ ആ ഒരു സ്വഹാബിമാർ മുഴുവനും ഈ ലോകത്തെ എല്ലാവിധ ധാർമ്മികതകളിലും മുമ്പുണ്ടായിരുന്ന ആളുകളാണ്, മദ്യത്തിലുണ്ടായിരുന്ന ആളുകളാണ്. ലഹരി അവരുടെ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. വ്യഭിചാരം, ചൂതുകളി, പലിശ, പരസ്പര കലഹം, കൊന്നുകുഴിച്ചു മൂടൽ ഒക്കെ ചെയ്തിരുന്ന ഒരു ജനത സംശുദ്ധമായി അവർ റസൂലുള്ളാഹി ഈ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതിക്കൊടുത്ത് അവരെ സംസ്കരിച്ചെടുത്തു. ലോകത്തിൽ പകരം വെക്കാനില്ലാത്ത ഒരു ജനതയായി അവർ മാറി. അവരാണ് ബദരീങ്ങളായത്, അവരാണ് ഉഹദീങ്ങളായത്, അവരാണ് റസൂലുള്ളാഹിയുടെ സ്വഹാബിമാരായി മാറിയത്. അവരെ കേൾക്കുമ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. അതെ, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ മഹാനുഗ്രഹം അവരിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മുടെ നാട്ടില് ലഹരിയുടെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. എന്തുണ്ട് പരിഹാരമെന്ന് ഗവൺമെന്റ് അന്വേഷിക്കുന്നുണ്ട്. പല മേഖലകളിൽ അന്വേഷിക്കുക, എന്താ ലഹരിക്ക് പരിഹാരമെന്ന്. അതേ, ലഹരിക്ക് പരിഹാരം അത് പരിശുദ്ധ ഖുർആനിലുണ്ട്. വളരെ കൃത്യമായിട്ട് നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ അവനെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഈ ലഹരിയിൽ നിന്ന് മുക്തമാക്കുകയും ചെയ്യാമെന്നത് ഒരു ജനതയുടെ മുമ്പിൽ പരീക്ഷിച്ചു, അത് വിജയിച്ചതാണ്. വ്യഭിചാരവും പലിശയും ചൂതാട്ടവും സകലമാന അക്രമങ്ങളും, ഇതിനൊക്കെയും പരിഹാരം ഈ പരിശുദ്ധ ഖുർആൻ കൊണ്ട് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ റമദാൻ എന്ന് പറയുന്നത് ഈ പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ്. ഈ പരിശുദ്ധ ഖുർആനിനെ കൂടുതൽ വായിക്കുന്നതിനും കൂടുതൽ അതിനെക്കുറിച്ച് അറിയുന്നതിനും നമ്മൾ നമ്മുടെ സമയത്തെ ഉപയോഗപ്പെടുത്തണം. കേവലം ഒരു ഓത്ത് മാത്രമായിട്ട് പരിശുദ്ധ ഖുർആനെ നിലനിർത്തരുത്. ഓതുന്ന ആയത്തുകളുടെ അർത്ഥം അത് നമുക്കറിയാനുള്ളതാണ്. ഹുദൽ ലിന്നാസ്, ഹുദൽ ലിന്നാസ്, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞത് ഹുദൽ ലിന്നാസ്, മനുഷ്യർക്കുള്ള ശരിയായ വഴിയാണത്, സന്മാർഗത്തിന്റെ വഴിയാണത്. സത്യവും അസത്യവും എന്തെന്ന് തിരിച്ചറിയുവാനുള്ളതാണ് ഖുർആൻ. ആ ഒരു അർത്ഥത്തിൽ തന്നെ പരിശുദ്ധ ഖുർആനിനെ നമ്മളോടൊപ്പം നിർത്തിയാൽ, ഓതുന്ന ആയത്തുകളെ അതിന്റെ അർത്ഥമറിഞ്ഞു നമ്മൾ പഠിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസത്തെ അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയിലേക്കും ഒരു വ്യക്തിയിലേക്കും ഒരിക്കലും പോവുകയില്ല. അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മിപ്പിക്കുവാനുള്ളത്, ഉഹദ് കഴിഞ്ഞ് റസൂലുള്ളാഹിയോടൊപ്പം ഉഹദിൽ നിന്ന് തിരിച്ചു വന്ന റസൂലുള്ളാഹിയടക്കം മുഴുവൻ പോരാളികൾക്കും ശരീരത്തിന് നല്ല മുറിവുകളുണ്ടായി. ശരീരത്തിന് നല്ല മുറിവുകളുണ്ടായി. എല്ലാവർക്കും ശരീരം മുഴുവനും മുറിവുകളായിരുന്നു. ആ മുറിവുകളുമായിട്ട് കഴിയുന്ന ആ ഉഹദീകളായ ആളുകളുടെ അടുത്ത് ചില ആളുകൾ വന്ന് അവരോട് ചില വർത്തമാനങ്ങൾ പറഞ്ഞു. അവരോട് പറഞ്ഞ വർത്തമാനം, ഇന്നന്നാസ ഖദ് ജമഊ ലക്കും, നിങ്ങൾക്ക് സമാധാനിക്കാനായിട്ടില്ല, നിങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ വലുത് കിട്ടാൻ ഇരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്കെതിരെ ശക്തമായ ഒരു സംഘം അവിടെ മക്കയിൽ റെഡിയായിട്ടുണ്ട്. അവർ ഉടനെ തന്നെ തിരിച്ചു വന്ന് നിങ്ങൾ മുഴുവനും കൊന്നുകളയും. ഇന്നന്നാസ ഖദ് ജമഊ ലക്കും, സൂറത്ത് ആല ഇംറാനിന്റെ 173-ാമത്തെ ആയത്തിന്റെ ഭാഗം, അതിന്റെ അവതരണ പശ്ചാത്തലം ഈ സംഭവമാണ്. ഫഖ്ശൗഹും, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെട്ടിരിക്കണം ആ സംഘത്തെ എന്ന് പറഞ്ഞു ഉഹദീങ്ങളോട്. ഭയപ്പെടണമെന്ന് പറഞ്ഞപ്പോ ഉഹദീങ്ങൾ അവിടെ മറുപടിയായി പറഞ്ഞ വർത്തമാനത്തെ അല്ലാഹു ആയത്തായി നിലനിർത്തി. അവർ പറഞ്ഞു, ഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങളുടെ കാര്യങ്ങൾ മുഴുവനും ഏൽപ്പിക്കാൻ ഒരു അല്ലാഹ് ഞങ്ങൾക്കുണ്ട്, അവൻ ഞങ്ങൾക്ക് മതിയായവനാണ്. റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്നുണ്ട്, അവരുടെ നേതാവാണ്. റസൂലുള്ളാഹി അവരോടൊപ്പമുണ്ട്.
മുത്തുനബി ഞങ്ങളോടൊപ്പം ഞങ്ങൾ എന്തിനാ പേടിക്കണമെന്നല്ല പറഞ്ഞത്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ജിബ്രീൽ അലൈഹിസ്സലാം ആയത്തുമായി റസൂലുള്ളാഹിയുടെ അടുത്ത് വരികയാണ്. നബിയെ, നിങ്ങളുടെ ഹുദീങ്ങളോട് ചില ആളുകൾ ചില ഫിത്തനകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ആയത്ത് അവിടെ അവതീർണമാവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉഹദിൽ പങ്കെടുത്ത ആളുകൾ ആ പള്ളിയിൽ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു, ഉഹദിൽ പങ്കെടുത്തവരോടൊക്കെ തിരിച്ച് ഒന്നുകൂടി റെഡിയായിട്ട് വരാൻ പറയൂ. അവർ പോവാണ്. റസൂലുള്ളാഹിയുടെ ആഹ്വാനം കേട്ടപ്പോ അവർ പോവാണ്. പോകുമ്പോ റസൂൽ പറഞ്ഞു, നിൽക്കേ, പോവല്ലേ, ഉഹദിൽ പങ്കെടുത്തവരെ മാത്രം കൂട്ടി വന്നാൽ മതി. ഉഹദിൽ പങ്കെടുത്തവരെ മാത്രം കൂട്ടി വന്നാൽ മതി. അവർ പോയി അവരുടെ വീടുകളിലേക്ക്. അവർക്ക് സമരമുഖത്തേക്ക് പോകുവാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ ആ വീട്ടിലുള്ള ആ സ്വഹാബിമാരുടെ മക്കൾ ചോദിക്കുന്നുണ്ട്, ഉപ്പ എവിടേക്കാ പോണം? മുഹമ്മദ് റസൂലുള്ള വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ പോവാൻ. അവരോട് മക്കൾ പറഞ്ഞു, ഉപ്പ നിങ്ങളൊരു സമരം കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ, ഞങ്ങൾ പോയിക്കോളാം റസൂലുള്ളാഹിന്റെ അടുപ്പം, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു. അവർ പറഞ്ഞ മറുപടി, ഇല്ല മക്കളെ, മുഹമ്മദ് റസൂലുള്ള പറഞ്ഞു ഞങ്ങൾ മാത്രം മതി, ആ ഉഹദിൽ പങ്കെടുത്തവർ മാത്രം മതി, അതുകൊണ്ട് ഞങ്ങൾ തന്നെ മതി, നിങ്ങളപ്പോ കൊണ്ടാവാൻ പറ്റൂല. ആ സമയത്ത് ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ പള്ളിയിൽ റസൂലുള്ളാഹിന്റെ ഇടംവലം നിൽക്കുക. നബിയേ, ഉഹദിൽ പങ്കെടുത്തവർ മാത്രം മതി എന്ന് പറയുമ്പോ നിങ്ങൾ ജാബിറിനെയും കൂട്ടൂലേ? ജാബിർ ഉഹദിൽ പങ്കെടുത്തിട്ടില്ലല്ലോ, എന്താ ഞാൻ ഉഹദിൽ വരാതിരിക്കാനുള്ള കാരണമെന്ന് നബിയെ നിങ്ങൾക്കറിയാം. എന്റെ പിതാവ് നിങ്ങളോടൊപ്പം ഉഹദിലേക്ക് വരുമ്പോ സഹോദരിമാരെ എന്റെ വീട്ടിൽ കൊടുന്നാക്കിയിട്ടാണ് വാപ്പ വന്നത്. ആ വാപ്പ പിന്നെ ഉഹദിൽ നിന്ന് വീട്ടിലേക്ക് വന്നിട്ടില്ല നബിയെ. അതുകൊണ്ട് ആ വാപ്പാന്റെ സ്ഥാനത്ത് ഈ ജാബിറിന് ഒന്ന് തന്നൂടെ, ഒരു അവസരം തന്നൂടെ എന്ന് ചോദിക്കാം. അവരുടെ ഈമാൻ, അവരുടെ പ്രതീക്ഷ, അവരുടെ തേട്ടം ആരോടായിരിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹിയാണ് അവരെ പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രാർത്ഥനയിൽ യാതൊരു പാളിച്ചയും സംഭവിച്ചില്ല. ഒരുപാട് ആളുകളോട് പ്രാർത്ഥിച്ചിരുന്നവരാണ് അവർ. ഇബ്രാഹിം നബിയോട് തേടിയിരുന്നവരാണ്, ഇസ്മായിൽ നബിയോട് സങ്കടം പറഞ്ഞിരുന്നവരാണ്, ലാത്തയും ഉസ്സയും മനാത്തയും അവരുടെ നിത്യ പ്രാർത്ഥനകളിൽ, അവരുടെ സഹായത്തേട്ടങ്ങളിൽ പ്രതീക്ഷകളായി ഉണ്ടായിരുന്നവരാണ്. റസൂലുള്ള പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് അർഹനായിട്ടുള്ളത് എന്ന് പഠിപ്പിച്ചു കൊടുത്ത്, അത് പഠിച്ചതിനു ശേഷം ആ സ്വഹാബിമാർ ആരും തന്നെ അള്ളാഹു അല്ലാത്ത ഒരുത്തനോടും അവരുടെ പ്രശ്നങ്ങൾ തേടിയിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല, പ്രതീക്ഷിച്ചിട്ടില്ല. ആ റസൂലുള്ളാഹിയും സഹാബത്തും പോകുന്ന സ്വർഗത്തിലേക്കാണ് നമ്മളും അള്ളാഹുവിനോട് അനുവാദം ചോദിക്കുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹ്, ഞങ്ങളെ നീ സിറാത്തുൽ മുസ്തഖീമിൽ, ശരിയായ വഴിയിൽ ഞങ്ങളെ നീ നിലനിർത്തണം. നീ ശരിയായ വഴി നിലനിർത്തിയവരുടെ ആ വഴിയിൽ ആരാണ് ആ ശരിയായ വഴി നിലനിർത്തി അത് ലഭിച്ചവർ? മിനൻ നബിയ്യീന വസ്ദിഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. അവരെക്കാൾ മികച്ച ഒരു കൂട്ടുകാരൻ വേറെങ്ങൾക്കുണ്ടോ? അവരൊപ്പം നമ്മൾ സ്വർഗത്തിലേക്ക് ചോദിക്കുന്നത്. ആ നബിമാരോടൊപ്പം, ആ സദ്ദീഖീങ്ങളോടൊപ്പം, ആ ശുഹദാക്കളോടൊപ്പം, ആ സ്വാലിഹീങ്ങളോടൊപ്പം ആ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ എന്തായിരുന്നു അവരുടെ ഈമാൻ, എന്തായിരുന്നു അവരുടെ വിശ്വാസം, എവിടെ നിന്നാണ് അവർക്ക് അതിന് പ്രചോദനമായത്? ആ പ്രചോദനമായ പരിശുദ്ധ ഖുർആനിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചു വരണം. ഖബറിൽ നമ്മളെ കൊണ്ടുവച്ച് നമ്മുടെ കുടുംബങ്ങൾ തിരിച്ചു വരുമ്പോൾ ആ ഖബറിൽ നിന്നുള്ള ചോദ്യങ്ങളിൽ ഒരു ചോദ്യമായി മാമുക്ക, നിന്റെ ഇമാമാരായിരുന്നു എന്നാണ്. ഔ കമാ ഖാല വമാ ഇൽമുക, നിന്റെ ഇൽമ് എന്തായിരുന്നു എന്നായിരിക്കും. ഏതായിരുന്നാലും ചോദ്യം രണ്ടായിരുന്നാലും എൻ്റെ ഈ അറിവ്, എന്നെ നയിച്ചത്, എൻ്റെ മുന്നിലുണ്ടായത് പരിശുദ്ധ ഖുർആനായിരുന്നു എന്ന് മറുപടി പറയണമെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഖുർആൻ ഇറങ്ങിയ മാസം, വളരെ പവിത്രമായ മാസം, നമുക്കൊരുപാട് സമയം കൂടുതൽ ലഭിക്കുന്ന ഈ മാസം, അള്ളാഹുവിൻ്റെ ആ വേദ വെളിച്ചത്തെ, ആ പരിശുദ്ധ ഖുർആനിനെ അർത്ഥമറിഞ്ഞുകൊണ്ടൊന്ന് ഓതുവാനുള്ള തൗഫീഖ്, അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ആയത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കഴിയുന്നത്ര ഉറപ്പിച്ചു നിർത്തണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളുടെ കളക്ഷൻ ഇവിടെ വരുമ്പോൾ ഒക്കെ ലബീബ് സാർ വിളിച്ച് പറയും, നിങ്ങൾ വരുമ്പോൾ 2-3 ആളെ കൂടെ കൊണ്ടുവരണം, എന്നാലേ 3 വാതിൽക്കൽ ആളെ നിർത്തിയാലേ എന്തെങ്കിലും കളക്ഷൻ കിട്ടുള്ളൂ. ഈ സമയത്ത് പരീക്ഷയുടെ ഒക്കെ സമയമായതുകൊണ്ട് അതിന് പറ്റുന്നവരൊന്നും കൊണ്ടുവരാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ തരുന്നത് അത് മതി. തരാത്തവർ നമുക്ക് കിട്ടാൻ തൗഫീഖുള്ളതല്ലേ കിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഒരു ഇത് വെച്ച്
ആളുകളോട് ഇങ്ങനെ ചോദിച്ചു മേടിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നല്ല അറിഞ്ഞ് എന്തെങ്കിലും അതിലിടുന്നവർ മാത്രം തന്നാൽ മതി. കഴിഞ്ഞ വർഷം ഇവിടെ കലശം കിട്ടിയ ബക്കറ്റ് വന്ന് അതിങ്ങനെ കൊട്ടി നോക്കുമ്പോൾ അതിലൊരു റിമോട്ട് കൺട്രോളുള്ള ഒരു കാറിൻ്റെ താക്കോലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒരു കാറ് ഒരു സഹോദരൻ സംഭാവനയായിട്ട് കൊടുത്തതായിരിക്കും. ഞാൻ ലബീബ് സാറിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു കാറിൻ്റെ താക്കോല് കിട്ടിയിട്ടുണ്ട്, കാർ എവിടെയെന്ന് അറിയില്ല. അത് പറഞ്ഞു അതവിടെ ഇട്ടാളി, അത് നാളെ ആവശ്യമുണ്ട്, അത് കൊട്ട ഒച്ചപ്പെടുത്താനുള്ളതാണെന്ന് പറഞ്ഞു. കൊട്ട ഒച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിലിട്ട താക്കോലാണ്, അത് കുറേ ആയിട്ട് അതിലുണ്ട്, ഞങ്ങളെ കാറും അല്ല നിങ്ങൾക്ക് തന്നതുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ചില അനുഭവങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളെ കഴിയുന്ന നിങ്ങളുടെ സംഭാവനകൾ, സ്വതക്കകൾ, കഴിയുന്നവർ എവിടെയാണ് കൊട്ട ആരെടുത്താണെന്നൊന്നും എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ അതിൽ കൊടുക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നാളെ മഹ്ശറ വൻസഭയിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമുക്കൊന്നും നഷ്ടപ്പെടാതെ നമ്മുടെ ജീവിതത്തെ ആ മുഹമ്മദ് റസൂലുള്ളയുടെ പാതയിൽ, റസൂലുള്ള പഠിപ്പിച്ച ആ ഒരു തരീഖത്തിൽ വളരെ കൃത്യമായി ജീവിച്ച് ആ ഒരു അന്തസ്സോട് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. മരണസമയത്ത് ഇറങ്ങി വരുന്ന മലക്കുകൾ അവർ പറയും, ഭയപ്പെടണ്ട, പേടിക്കണ്ട, വിഷമിക്കണ്ട, സ്വർഗത്തിലേക്കല്ലേ പോകുന്നത് എന്ന ആ സന്തോഷ വാർത്ത കേട്ട് നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ അള്ളാഹ് അതിന് വെച്ച രണ്ട് കണ്ടീഷൻ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അള്ളാഹു മതി എന്ന് ഉറപ്പിച്ച ആളുകളായിരിക്കണം. പിന്നെ അതുവഴിയായിരിക്കണം അവന്റെ ജീവിതം, പിന്നെ അത് വിശ്വസിച്ചായിരിക്കണം ജീവിതം, അതിൽ നിന്ന് വഴി മാറിപ്പോകരുത്. ഈ രണ്ട് കണ്ടീഷനാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആ സ്വർഗം നമ്മൾക്ക് നൽകാമെന്ന് പറഞ്ഞതിൽ വെച്ചിട്ടുള്ളത്. അതുപോലെ ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കഴിഞ്ഞ നോമ്പുകളും അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള മാനുഷികമായ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് അള്ളാഹു നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. നമ്മളെ ഈ നോമ്പിന് പ്രാപ്തരാക്കിയ നമ്മുടെ മാതാപിതാക്കൾ പലരും ബർസഖിയായ ലോകത്താണ്. അള്ളാഹു അവരുടെ ഖബറിനെ സന്തോഷമുള്ളതാക്കി കൊടുക്കുമാറാവട്ടെ. നാളെ മഹ്ശറ വൻസഭയിൽ അവരെയും നമ്മളെയും അള്ളാഹു ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ നോമ്പുകാരായതിൻ്റെ പേരിൽ സ്പെഷ്യലായിട്ട് തുറക്കുന്ന സ്വർഗത്തിൻ്റെ കവാടത്തിലൂടെ വിളിക്കുമ്പോൾ അതിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിച്ച് ചേർക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.